നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 6ാമത്തെ ഞായറാഴ്ചയിലേക്കാണല്ലോ നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. കാര്യവിചാരക ഞായർ എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. സ്റ്റുവേർഡ്ഷിപ്പ് സൺഡേ. ഒരു കാര്യവിചാരകൻ അഥവാ സ്റ്റുവേർഡ് എങ്ങനെയുള്ളവനായിരിക്കണം? ദൈവം തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നവ ദൈവത്തോടുള്ള സ്നേഹനിമിത്തം അവരനോടുള്ള സ്നേഹത്താൽ അവനുമായി പങ്കുവെക്കണം. അവന് സമൂഹത്തിലുള്ള വിലയോ നിലയോ സ്ഥാനമോ മാനമോ ഒന്നും നോക്കുവാൻ പാടില്ല. അവൻ ഏത് ജാതിക്കാരനാണെന്നോ മതക്കാരനാണെന്നോ ഭാഷക്കാരനാണെന്നോ ഏത് വർഗമാണെന്നോ ഒന്നും നോക്കുവാൻ പാടില്ല. അവൻ ആവശ്യക്കാരനാണോ അവനുമായി പങ്കുവെക്കുക. വില ഗണ്യമാക്കാതെ നൽകുക. ഗീവ് വിത്തൗട്ട് കൗണ്ടിങ് കോസ്റ്റ്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുവാൻ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു സംഭവ കഥയാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ, പാരബിൾ ഓഫ് ദ ഗുഡ് സമറിറ്റൻ. ഇത് നാം വായിക്കുന്നത് വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലാണ്. നമുക്ക് വായിക്കാം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നുവെന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. ന്യായശാസ്ത്രി തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യദൃശ്യ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യാക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ന്യായശാസ്ത്രി പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. The parable of the Good Samaritan. On one occasion, an expert in the law stood up to test Jesus. Teacher, he asked, what must I do to inherit eternal life? What is written in the law? Jesus replied, how do you read it? He answered, love the Lord your God with all your heart and with all your soul and with all your strength and with all your mind, and love your neighbor as yourself. You have answered correctly, Jesus replied. Do this and you will live. But he wanted to justify himself, so he asked Jesus, and who is my neighbor? In reply, Jesus said,
A man was going down from Jerusalem to Jericho when he fell into the hands of robbers. They stripped him of his clothes, beat him, and went away, leaving him half dead. A priest happened to be going down the same road, and when he saw the man, he passed by on the other side. So too a Levite, when he came to the place and saw him, and passed by on the other side. But a Samaritan, as he traveled, came where the man was, and when he saw him, he took pity on him. He went to him and bandaged his wounds, pouring on oil and wine. Then he put the man on his own donkey, took him to an inn, and took care of him. The next day, he took out 2 silver coins and gave them to the innkeeper. "Look after him," he said, "and when I return, I will reimburse you for any extra expense you may have." Which of these 3 do you think was a neighbor to the man who fell into the hands of robbers? The expert in the law replied, "The one who had mercy on him." Jesus told him, "Go and do likewise." The parable of the Good Samaritan. On one occasion, an expert in the law stood up to test Jesus. "Teacher," he asked, "what must I do to inherit eternal life?" "What is written in the law?" Jesus replied, "How do you read it?" He answered, "Love the Lord your God with all your heart, and with all your soul, and with all your strength, and with all your mind, and love your neighbor as yourself." "You have answered correctly," Jesus replied. "Do this and you will live." But the expert in the law wanted to justify himself, so he asked Jesus, "And who is my neighbor?" In reply, Jesus said, "A man was going down from Jerusalem to Jericho when he fell into the hands of robbers. They stripped him of his clothes, beat him, and went away, leaving him half dead. A priest happened to be going down the same road, and when he saw the man, he passed by on the other side. So too a Levite, when he came to the place and saw him, passed by on the other side. But a Samaritan, as he traveled, came where the man was, and when he saw him, he took pity on him. He went to him and bandaged his wounds, pouring on oil and wine. Then he put the man on his own donkey, took him to an inn, and took care of him. The next day he took out 2 silver coins and gave them to the innkeeper. "Look after him," he said, "and when I return, I will reimburse you for any extra expense you may have." Which of these 3 do you think was a neighbor to the man who fell into the hands of robbers? The expert in the law replied, "The one who had mercy on him." Jesus told him, "Go and do likewise." യേശുവിനോടുള്ള ന്യായശാസ്ത്രിയുടെ ചോദ്യമായിരുന്നു തൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന്. അവൻ്റെ അയൽക്കാരനെ അവന് മനസ്സിലാക്കി കൊടുക്കുവാനായിരുന്നു യേശു ആ കഥ പറഞ്ഞു കേൾപ്പിച്ചത്. ഒടുവിൽ യേശു അവനോട് ചോദിച്ചു, "നീ കേട്ട കഥയിലെ ഈ 3 പേരിൽ, അതായത് പ്രീസ്റ്റ്, ലീവൈറ്റ് ആൻഡ് ദ സമറിറ്റൻ, ഈ 3 ആരാണ് മുറിവേറ്റ അർത്ഥപ്രാണനായി വഴിയിൽ കിടന്ന ആ മനുഷ്യനെ അയൽക്കാരനായി കണ്ട് അവൻ്റെ കൂട്ടുകാരനായി തീർന്നത് എന്ന്?" "അവനോട് കരുണ കാണിച്ചവൻ" എന്ന് ന്യായശാസ്ത്രി പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, "നീയും അങ്ങനെ തന്നെ ചെയ്യുക" എന്ന്. പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ആരാണ് എൻ്റെ അയൽക്കാരൻ? ഹു ഈസ് മൈ നെയ്ബർ?
അതിലും പ്രസക്തമായ ഒരു ഉത്തരമാണ് വിശ്വോത്തരമായ ആ ഉപമയിലൂടെ യേശു തമ്പുരാൻ ലോകത്തെ പഠിപ്പിച്ചത്. ഈ വചനകേൾവിയിലൂടെ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എ നെയ്ബർ ഈസ് വൺ ഹു ഈസ് ഇൻ നീഡ്. ആവശ്യത്തിലിരിക്കുന്നവൻ ആരാണോ അവനാണ് എൻ്റെ അയൽക്കാരൻ. ആവശ്യഭാരവുമായി ഞാൻ ആരെയാണോ കാണുന്നത് അവനാണ് എൻ്റെ അയൽക്കാരൻ. മുറിവേറ്റവനായി ഞാൻ ആരെയാണോ കാണുന്നത് അവനാണ് എൻ്റെ അയൽക്കാരൻ. പരസഹായമില്ലാതെ പ്രയാസപ്പെടുന്നതായി ആരെയാണോ ഞാൻ കാണുന്നത് അവനാണ് എൻ്റെ അയൽക്കാരൻ. രോഗിയായി ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ ആരെയാണോ ഞാൻ കാണുന്നത് അവനാണ് എൻ്റെ അയൽക്കാരൻ. മുറിവേറ്റവനായി അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്നവനായി ആരെയാണോ ഞാൻ കാണുന്നത് അവനാണ് എൻ്റെ അയൽക്കാരൻ. എന്താണ് ഈ ഉപമയിലെ കാര്യവിചാരകത്വം? എന്താണ് ഈ ഉപമയിലൂടെ യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്? ഒന്നാമതായി, we are all responsible for caring for others, especially those in need, irrespective of their religion, culture, caste, social status or background. രണ്ടാമതായി, stewardship is in showing compassion and taking action. മനസ്സലിവ് കാട്ടിയാൽ മാത്രം പോരാ, ബാക്കിയുള്ള പ്രവർത്തനങ്ങളൂടെ ചെയ്യണം. അതായിരുന്നു ആ നല്ല ശമരിയാക്കാരൻ ചെയ്തത്. നല്ല ശമരിയാക്കാരൻ അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ മുറിവുകളെ കെട്ടി മുറിവുകളിൽ എണ്ണയും വീഞ്ഞും പകർന്നു. അതുകൊണ്ട് തീർന്നില്ല. അവനെ തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്നു അവിടെ ആക്കി അവനെ ശുശ്രൂഷിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. സത്രക്കാരന് അതിന് വേണ്ട തുക നൽകി. ഇതെല്ലാം ചെയ്തത് ഈ നല്ല ശമരിയാക്കാരനായിരുന്നു. അവൻ്റെ സമയം അതിനായിട്ട് ചെലവഴിച്ചു. എങ്ങോ ദൂരയാത്രയ്ക്ക് പോകുവാൻ തൻ്റെ വാഹനമൃഗത്തിൽ കയറി സഞ്ചരിക്കുകയായിരുന്നു ആ ശമരിയാക്കാരൻ. അപ്പോഴാണ് താൻ ഈ കാഴ്ച കാണുന്നത്. മൂന്നാമതായി, stewardship challenges the idea of limiting our love, limiting our action or boundaries. അവിടെ മുറിവേറ്റ് കിടന്ന മനുഷ്യൻ യഹൂദനായിരുന്നു. പക്ഷേ അവൻ യഹൂദനാണല്ലോ എന്നോർത്ത് ഈ ശമരിയാക്കാരൻ അവൻ്റെ അടുത്തേക്ക് പോകാതിരുന്നില്ല. കാരണം അന്ന് യഹൂദരും ശമര്യരും തമ്മിൽ ശത്രുക്കളായിരുന്നു. അവർ പരസ്പരം സമ്പർക്കമില്ലായിരുന്നു. പക്ഷേ മുറിവേറ്റ് കിടന്നവനെ അത് ഒന്നും വകവെക്കാതെ അവൻ സഹായിക്കുകയായിരുന്നു ചെയ്തത്. ആപത്തിൽ അവനെ സഹായിച്ചു. അവനിലുള്ള കാര്യവിചാരകത്വമാണ് അവിടെ വെളിപ്പെട്ടത്. ഒരു പുറജാതിയായിരുന്നെങ്കിലും ശമരിയാക്കാരനായിരുന്നെങ്കിലും അവൻ അത് പ്രകടമാക്കി. Stewardship changes the idea of limiting our love, action or boundaries. തൻ്റെ സഹോദരങ്ങളെ മാത്രമേ സ്നേഹിക്കൂ, അല്ലെങ്കിൽ തൻ്റെ ജാതിയിൽപ്പെട്ട ആളുകളെ മാത്രമേ സ്നേഹിക്കൂ എന്നല്ല ശമരിയാക്കാരൻ കരുതിയത്. പ്രയാസത്തിലിരിക്കുന്നവനെ, അവൻ ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും ഏത് കൾച്ചറിൽപ്പെട്ട ആളാണെങ്കിലും അവനെ സഹായിക്കുക എന്നതായിരുന്നു ആ ശമരിയാക്കാരൻ ചെയ്തത്. നാലാമതായി, എവറിത്തിങ് വി ഹാവ് ഇൻക്ലൂഡിങ് അവർ റിസോഴ്സസ് ആൻഡ് എബിലിറ്റീസ്
ആർ എൻട്രസ്റ്റഡ് ടു us ബൈ ഗോഡ്. ദൈവമാണ് ഇതെല്ലാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മെ ജീവനോടെ ഇവിടെ ആക്കിയിരിക്കുന്നത്. നമുക്ക് സമയമുണ്ട്. നമ്മുടെ സമയം, നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ കഴിവുകൾ, ഇതെല്ലാം ദൈവം നമ്മിൽ പരമേൽപ്പിച്ചിരിക്കുന്നതാണ്. They all are entrusted to us by God. We are called to be good stewards of the gifts, managing them responsibly. നമുക്ക് ദയയും കരുണയും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് മാത്രം കൊടുക്കുവാൻ മാറ്റിവെക്കാതെ ഈ ബൗണ്ടറിയും ഇതെല്ലാം തകർത്തുകൊണ്ട് മറ്റുള്ളവരിലേക്കും നാം ഇത് വ്യാപരിപ്പിക്കണം. മറ്റുള്ളവരെയും സ്നേഹിക്കണം, അവർക്കും നന്മ ചെയ്യണം. കാരണം ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മിൽ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത് സകലരുടെയും നന്മയ്ക്കാണ്. ആ പുരോഹിതനും ലേവ്യനും തങ്ങളുടെ ദേവാലയത്തിലെ ആ ജോലികൾക്ക് മുൻഗണന കൊടുത്തു. അവരെ സംബന്ധിച്ചിടത്തോളം യെരുശലേം ദേവാലയത്തിലേക്ക് പോയിരുന്ന ആ പുരോഹിതനെയും ആ ലേവ്യനെയും സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിലെ ആരാധനകൾക്കും അവിടുത്തെ കാര്യാദികൾക്കും കർമാദികൾക്കുമായിരുന്നു പ്രാമുഖ്യം. പ്രയോറിറ്റി അതിനാണ് കൊടുത്തിരുന്നത്. അതിനിടയിൽ ഇതുപോലെ മുറിവേറ്റി കിടക്കുന്നവനെയും അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നവനെയും ഒന്നും തൊടുവാൻ പാടില്ല, അശുദ്ധനാകും. അങ്ങനെ ഒരു പ്രമാണമുണ്ടായിരുന്നു. അവർ മുൻഗണന കൊടുത്തത് അവരുടെ കാര്യത്തിനാണ്. പക്ഷേ മുറിവേറ്റവൻ്റെ വേദന, അടിയന്തര സഹായം ആർക്കാണോ വേണ്ടത് അത് ചിന്തിക്കുവാൻ അവർ കൂട്ടാക്കിയില്ല. അത് തെറ്റാണ് എന്നാണ് ഈ ഉപമയിൽ കൂടെ യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ, ആവശ്യഘട്ടങ്ങളിൽ നാം സ്നേഹവും ദയയും ഇതെല്ലാം നിറഞ്ഞ പ്രവർത്തികൾ നാം ചെയ്യണം. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ, വർക്ക്സ് ഓഫ് ഫെയ്ത്ത് എന്നാണ് അതിന് പറയുന്നത്. ദൈവത്തിൽ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ദേവാലയ കർമ്മങ്ങളിലാണ് നാം മുഴുകിയിരിക്കുന്നത് എങ്കിൽ, ദേവാലയ കർമ്മങ്ങൾ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് ഇതൊക്കെയും ചെയ്യുന്നത്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, പ്രായോഗിക സാഹചര്യങ്ങളിൽ, ആവശ്യഘട്ടങ്ങളിൽ സ്നേഹവും ദയയും അനുകമ്പയും നിറഞ്ഞ പ്രവർത്തികളും നാം ചെയ്യണം. ഈ പ്രവർത്തികൾ നാം ചെയ്യേണ്ടത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്താലും ദൈവത്തോടുള്ള മഹാസ്നേഹത്താലുമായിരിക്കണം. ഇത് വിശ്വാസത്തിൻ്റെ പ്രവർത്തികളാണ്, വേർഡ്സ് ഓഫ് ഫെയ്ത്ത്. അല്ലാതെ സ്നേഹമോ അനുകമ്പയോ മനസ്സലിവോ ലവലേശമില്ലാതെ, ദൈവത്തിൽ വിശ്വാസം പോലുമില്ലാതെ ജീവകാരുണ്യ പ്രവർത്തികൾ എന്നുള്ള ലേബലിൽ കുറേ പ്രവർത്തികൾ ചെയ്യുന്നതാകരുത്. അവിടെ അവർക്ക് ദൈവസ്നേഹമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല. അവരുടെ വിശ്വാസം പ്രവർത്തികളിലാണ്. They have faith in their works, but a steward extends love to all. Love can be costly, requiring our time, effort and resources. Finding a neighbor to love is very difficult. സ്നേഹിക്കുവാൻ അയൽക്കാരനെ തിരക്കി നടക്കുന്നവർക്ക് ഒരു താക്കീതുണ്ട്. അയൽക്കാരൻ നിന്റെ സമീപേ വസിക്കുന്ന ആവശ്യക്കാരനാണ്. അത് നീ മനസ്സിലാക്കണം. തിരക്കി എങ്ങും പോകേണ്ട. നിന്റെ കണ്ണെത്താവുന്ന ദൂരത്തിൽ നിന്റെ അയൽക്കാരനുണ്ട്. നീ അവന് കൂട്ടുകാരനായിരിക്കുക. ഇന്നത്തെ കീ വേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നത് സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 7. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കൽ ഉണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ
അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. The poor you will always have with you, and you can help them anytime you want. പ്രിയ സഹോദരങ്ങളെ, നമ്മോടുള്ള മഹാസ്നേഹത്താൽ സർവ്വസൃഷ്ടികളുടെയും മകുടമായി കാര്യവിചാരകന്മാരായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ സർവ്വസൃഷ്ടികളോടൊപ്പം ചേർന്ന് നമുക്കവനെ മഹത്വപ്പെടുത്താം. All creatures of our Lord and King, lift up your voice and with us sing. Oh, praise Him. Oh, praise Him. All creatures of our Lord and King, lift up your voice and with us sing. Oh, praise Him. Hallelujah. Thou burning sun with golden beam, thou silver moon with softer gleam. Oh, praise Him. Oh, praise Him. Hallelujah. 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 Oh, rushing wind that is so strong, and clouds that sail in heaven alone. Oh, praise Him. Hallelujah. Oh, rising morning, praise, rejoice, and lights of evening find a voice. Oh, praise Him. Oh, praise Him. Hallelujah. 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 Oh, flowing water pure and clear, make music for your Lord to hear. Oh, praise Him. Hallelujah. Oh, fire so masterful and bright, giving to all both warmth and light. Oh, praise Him. Oh, praise Him. Hallelujah. 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 Let all things their Creator bless, and worship Him in humbleness. Oh, praise Him.